തൊഴുതുകൊണ്ട് ചൊല്ലിത്തരുന്ന ഈ ശ്ലോകങ്ങൾ പരമാവധി ശബ്ദത്തിൽ ഏറ്റുചൊല്ലുക. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധരഭവാർണവാൽ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. സ്വീകൃതോസി മയാ നാഥ. മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവധാ ത്വയാ. നിർവിഘ്നേനൈവ കർത്തവ്യോ. ദാസോഹം തവ കേശവ. ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ. ഏതൽ കഥാപ്രകാശേന മദജ്ഞാനം വിനാശയാ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന. യദൂത്തമോത്തമശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ. തഥാ കുരുഷ്വ ദേവേശ. നാഥസ്ത്വം നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. പ്രണാമോ ദുഃഖശമന. തം നമാമി ഹരിം പരം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക.
വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രിയ ബന്ധുക്കളെ, പിബത ഭാഗവതം ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാരായണത്തോടു കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ആരംഭിക്കാം. ഗൂഗിൾ മീറ്റിലുള്ളവരെ ദയവ് ചെയ്ത് ക്യാമറയും മൈക്കും മ്യൂട്ട് ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ ശബ്ദവും ചിത്രവും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭാഗവത ഗ്രന്ഥമുള്ളവർ ആറാമത്തെ സ്കന്ധത്തിൽ, ഷഷ്ഠസ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായം എടുക്കുക. ഇന്ന് 19-ാമത്തെ അധ്യായം നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജ ഉവാച. പുംസവന വ്രതത്തെക്കുറിച്ചാണ് ഈ അധ്യായം പറയുന്നത്. രാജ ഉവാച. വ്രതം പുംസവനം ബ്രഹ്മൻ ഭവതാ യദുദീരിതം തസ്യ വേദിതുമിച്ഛാമി യേന വിഷ്ണു പ്രസീദതി. ശ്രീശുകോവാച. ശുക്ലേ മാർഗശിരേ പക്ഷേ യോഷിത് ഭർത്തുരനുജ്ഞയ ആരഭേത വ്രതമിതം സർവകാമികമാദിത. നിശമ്യമരുതാം ജന്മ ബ്രാഹ്മണാൻ അനുമന്ത്രജ. സ്നാത്വാ ശുക്ലദതി ശുക്ലേ വസീതാലങ്കൃതാംബരെ. പൂജയേൽ പ്രാതരാശാക്പ്ര ഭഗവന്തം ശ്രിയാസഹ. അലം തേ നിരപേക്ഷായ പൂർണ്ണകാമാ നമോസ്തുതേ. മഹാവിഭൂതിപതയേ നമഃ സകലസിദ്ധയേ. യഥാത്വം കൃപയാ ഭൂത്യാ തേജസാ മഹിനൗജസ. ജുഷ്ട ഈശഗുണൈ സർവൈസ്തതോസി ഭഗവാൻ പ്രഭു. വിഷ്ണുപത്നീ മഹാമായേ മഹാപുരുഷരക്ഷണേ. പ്രിയേധാ മേ മഹാഭാഗേ ലോകമാതർ നമോസ്തുതേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ. സഹ മഹാവിഭൂതിഭിർ ബലിം ഉപഹരണൈതി. അനേനാഹരഹർ മന്ത്രേണ വിഷ്ണോഃ ആവാഹനാനർഘ്യ. പാദ്യോപസ്പർശനസ്നാനവാസ ഉപവീത. വിഭൂഷണ ഗന്ധപുഷ്പധൂപദീപോപഹാരാതി. ഉപചാരാംശ്ച സമാഹിത ഉപാഹരേത്. ഹവിശേഷം തു ജുഹുയാത് അനലേ ദ്വാദശാഹൂതി. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതയേ സ്വാഹേതി. ശ്രിയം വിഷ്ണും ച വരതാവാശിഷാം പ്രഭവാവുഭൗ. ഭക്ത്യാ സംപൂജയേ നിത്യം യദീച്ഛേ സർവസമ്പദ. പ്രണമേദ്ദണ്ഡവത് ഭൂമോ ഭക്തിപ്രഹ്വണചേതസ. ദശവാരം ജപേൻ മന്ത്രം തതസ്തോത്രം ഉദീരയേത്. യുവാം തു വിശ്വസ്യ വിഭു ജഗതഃകാരണം പരം. യം ഹി പ്രകൃതി സൂക്ഷ്മ മായാ ശക്തിർദുരത്യയ. തസ്യാ അധീശ്വരഃ സാക്ഷാൽ ത്വമേവ പുരുഷപര. ത്വം സർവയജ്ഞ ഇജ്ഞേയം ക്രിയേയം ഫലഭുഗ് ഭവാൻ. ഗുണവ്യക്തിരയം ദേവി വ്യഞ്ജകോ ഗുണഭുഗ് ഭവാൻ. ത്വം ഹി സർവശരീര്യാത്മ ശ്രീ ശരീരേന്ദ്രിയാശയ. നാമരൂപേ ഭഗവതി പ്രത്യയസ്ത്വം ഉപാശ്രിത. യഥാ യുവാം ത്രിലോകസ്യ
വരദോ പരമേഷ്ടിനോ തഥാമ ഉത്തമശ്ലോക സന്തു സത്യാ മഹാശിഷ ഇത്യുഭീഷ്ടൂയ വരദം ശ്രീനിവാസം ശ്രിയാസഹ തന്നിസ്സാരോപഹരണം ദത്വാചമനമാർച്ചയേത് തതസ്തു വീതസ്തോത്രേണ ഭക്തിപ്രഹ്വേണ ചേതസ യജ്ഞോച്ഛിഷ്ടമവാഘ്നായ പുനരഭ്യർച്ചയേദ്ധരിം പതിം ച പരയാ ഭക്ത്യാ മഹാപുരുഷചേതസാം പ്രിയൈസ്തൈസ്തരുപാനമേത് പ്രേമശീല സ്വയം പതി ബിഭ്രിയാ സർവകർമാണി പത്ന്യാ ഉച്ഛാവചാനി ച കൃതമേകതരേണാപി ദമ്പത്യോരുഭയോരപി പത്ന്യാം കുര്യാത് അനർഹായ പതിരേതത സമാഹിത വിഷ്ണോഃ വ്രതമിതം ബിഭ്രൻ ന വിഹന്യാൽ കഥഞ്ജന വിപ്രാൻ സ്ത്രിയോ വീരവതി ശ്രഗന്ധബലിമണ്ഡനൈഃ അർച്ചേത ഹരഹർഭക്ത്യ ദേവം നിയമമാസ്ഥിത ഉദ്വാസ്യ ദേവം സ്വേധാംനി തന്നിവേദിതമഗ്രത അദ്യാദാത്മവിശുദ്ധ്യർത്ഥം സർവകാമർദ്ധയേ തഥാ ഏതേന പൂജാവിധിന മാസാൻ ദ്വാദശഹായനം നീത്വോധോപചരേ സാധ്വി കാർത്തികേ ചരമേഹനി ശോഭൂതേപ ഉപസ്പൃശ്യ കൃഷ്ണമഭ്യർച്യ പൂർവവത് പയശ്രിതേന ജുഹുയാച്ചരുണ സഹസർപ്പിഷ പാകയജ്ഞവിധാനേന ദ്വാദശേവാഹുതീപതി ആശിഷ ശിരസാദായ ദ്വിജൈപ്രീത്യാ സമീരിത പ്രണമ്യ ശിരസാഭക്ത്യാ ഭുഞ്ജീത തദനുജ്ഞയാ ആചാര്യമഗ്രത കൃത്വാ വാഗ്യതഃ സഹ ബന്ധുഭി ദദ്യാൽ പത്നീചരോശേഷം സുപ്രജസ്തം സുസൗഭഗം ഏതച്ഛരിത്വാ വിധിവൽ വ്രതം വിഭോ അഭീപ്സിതാർത്ഥം ലഭത്തെ പുമാനിഹ സ്ത്രീത്വേതദാസ്തായ ലഭേത സൗഭഗം ശ്രിയം പ്രജാം ജീവപതിം യശോഗൃഹം കന്യാച വിന്ദേത സമഗ്രലക്ഷണം വരം ത്വവീരാ ഹതകിൽബിഷാഗതിം മൃതപ്രജാ ജീവസുതാധനേശ്വരീ സുദുർഭഗാ സുഭഗാ രൂപമഗ്ര്യം വിന്ദേത് വിരൂപാ വിരുജാ വിമുച്യത്തെ യ ആമയാവിന്ദ്രിയ വികൽപ്പദേഹം ഏതൽ പഠൻ അഭ്യുദയേ ച കർമ്മ നി അനന്തതൃപ്തി പിതൃദേവതാനാം തുഷ്ടാ പ്രയച്ഛന്തി സമസ്തകാമാൻ ഹോമാവസാനേ ഹുതഭുക് ശ്രീഹരിശ്ച രാജന്മഹത് മരുതാം ജന്മപുണ്യം ദിദേവ്രതം ചാഭിഹിതം മഹത്തേ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസാഹസ്രം പാരമഹംസ്യാം സംഹിതായ ഷഷ്ഠസ്കന്ധേ പുംസവനവ്രതകഥനം നാമ ഏകവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ ശ്രീഹരയേ നമ ശ്രീഹരയേ നമ. എത്രയും പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഭാഗവത പ്രേമികളെ, ഭാഗവത സുധയുടെ ഇന്നത്തെ ഭാഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹാദരവോടുകൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. ഭഗവത് സ്വരൂപങ്ങളായ ഏവരുടെയും പാദങ്ങളിൽ ഇവിടെ ഇരുന്ന് ഈ ഉള്ളവൻ നമസ്കരിക്കുകയാണ്, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ. നാരായണ. പോഷണം എന്ന ലക്ഷണത്തെ പ്രകാശിപ്പിക്കുന്ന ഷഷ്ഠസ്കന്ധമാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വൃത്രൻ്റെ കഥ, വൃത്രാസുരൻ്റെ കഥയാണ് ഇന്നലെ അവസാനം കേട്ടത്.
അപ്പോൾ ഈ വൃത്രാസുരൻ്റെ ഈ കഥ കേട്ട സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവിന് ചെറിയൊരു സംശയം, പരീക്ഷത്തിനെന്നല്ല എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയം. പ്രതികൂല സാഹചര്യത്തിലാണ് ഈ വൃത്രാസുരൻ നാമം ജപിച്ചത്. പലപ്പോഴും ഈ അനുകൂല സാഹചര്യം വന്നാലും നാമം ജപിക്കാൻ തോന്നുന്ന വലിയ പ്രയാസം അല്ലേ? കാലം അനുകൂലമായി വരിക, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരിക, എന്നാലും ഒന്ന് നാമം ജപിക്കൂ, ഒന്ന് ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയിക്കോളൂ, തൊഴുതോളൂ, നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പൊരു പ്രയാസമായിട്ട് തോന്നണം. എന്നാൽ ഇവിടെ വൃത്രനാണെങ്കിലോ പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കണം. യുദ്ധക്കളത്തിൽ ദേഹമാസകലം കൂരമ്പുകളാണ് തുളച്ചു കയറുന്നത്. എന്നിട്ടും ആ വൃത്രാസുരന് നാമം ജപിക്കാനായിട്ട് സാധിച്ചു. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് വൃത്രൻ്റെ ഉള്ളിൽ ഇത്ര അധികം ഒരു ഭക്തി ഉണ്ടായത്? എന്താണ് ആ കാരണം അറിഞ്ഞാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞു. പരീക്ഷത്തിൻ്റെ ഈ ഒരു സംശയത്തിനുള്ള ഉത്തരമാണ് ചിത്രകേതു ഉപാഖ്യാനം, ചിത്രകേതു മഹാരാജാവിൻ്റെ കഥ. ഇന്ന് നമുക്കിവിടെ ചിന്തിക്കാനുള്ളത് 14-ാമത്തെ അധ്യായം മുതൽ ഈ സ്കന്ധാവസാനം വരെയാണ്. അവ 2 കഥകൾ നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് ചിത്രകേതുവിൻ്റെ കഥയും അവസാനത്തെ ആ മരുതുൽപ്പത്തിയും. അവ സമയത്തിനനുസരിച്ച് നമുക്ക് ആ 2 കഥകളെയും ഒന്ന് ചിന്തിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഭാഗവത ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് തുറന്നു വയ്ക്കും. അതിൽ 14-ാമത്തെ അധ്യായം എടുത്തു വയ്ക്കുക. ചില ശ്ലോകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. വളരെ ചിന്തനീയമാണ് പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് പരീക്ഷത്ത് ചോദിക്കുന്നത്? 1-ാമത്തെ ശ്ലോകം നോക്കൂ. രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാത്മന നാരായണേ ഭഗവതി കഥം ആസീത് ദൃഢാമതി. ഈ സ്വതവേ ഈ അസുരന്മാർ എന്ന് പറയുന്നവർ എങ്ങനെയുള്ളവരാണത്രേ? ഈ രജോ ഗുണവും തമോ ഗുണവും കൂടുതലുള്ളവരാണ് ഈ അസുരന്മാർ. അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ വൃത്രൻ. എന്നിട്ടും ഈ വൃത്രന് ഇത്രയധികം നാരായണേ ഭഗവതി കഥം ആസീത് ദൃഢാമതി. എന്തുകൊണ്ടാണ് വൃത്രൻ്റെ മനസ്സ് ഈ ഭഗവാങ്കിൽ, ആ നാരായണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഉറച്ചു പോയത്? ഇനി ദേവന്മാരുടെ കഥ പറയുകയാണെങ്കിലോ അടുത്ത ശ്ലോകം പറയണു. ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ചാമലാത്മനാം ഭക്തി മുകുന്ദചരണേ ന പ്രായേണ ഉപജായത്തെ. പരിശുദ്ധമായ സത്വഗുണത്തിൻ്റെ ഉടമകളാണ് ഈ ദേവന്മാർ. അവർക്ക് ഭക്തിയില്ല എന്ന് പറയാനുള്ള ധൈര്യമൊന്നുമില്ല കേട്ടോ. അവർക്ക് ഭക്തിയൊക്കെ ഉണ്ട്, ഭക്തിയില്ലായൊന്നുമില്ല ഈ ദേവന്മാർക്ക്. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ വൃത്രാസുരനുണ്ടായത്ര ഭക്തിയൊന്നും ഈ പറഞ്ഞ ഒരു ദേവന്മാർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കറിയണം, അസുരനായിരുന്നിട്ട് കൂടി ഈ വൃത്രൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉറച്ചതായ ഏകാഗ്രമായ ആ ഒരു ഭക്തി ഉണ്ടാവാൻ എന്താണ് കാരണം? ഒന്ന് 3-ാമത്തെ ശ്ലോകം നോക്കൂ. മറ്റൊരു ആശയത്തെ ഈ 3-ാമത്തെ ശ്ലോകം പറഞ്ഞു തരണം. രജോഭി സമസംഖ്യാത പാർത്ഥിവൈഃ ഇഹ ജന്തവ തേഷാം യേ കേചനേ ഹന്തെ ശ്രേയോ വൈ മനുജാതയാ. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര ജീവജാലങ്ങളാണ് നമ്മുടെ ഈ ഭൂഗോളത്തിലുള്ളത്? ആവോ, ഇതിപ്പോൾ ആരാ നോക്കുന്നത് അല്ലേ? എന്നാൽ ഏകദേശം ഒരു കണക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാ പറഞ്ഞു. രജോഭി സമസംഖ്യ. ഈ ഭൂഗോളത്തിൽ എത്ര മണൽത്തരികളുണ്ടോ അതിന് സമമായിട്ടാണത്രേ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ജീവികൾ ഈ ഉലകത്തിലുള്ളത്. നോക്കണേ, ആ ബ്രഹ്മാവിൻ്റെ ഒരു സൃഷ്ടി. അതിൽ ശ്രേയസ് ആർക്കാണത്രേ? മനുഷ്യർക്കാണ് എന്നാണ്. അപ്പോൾ കുറച്ച് ശ്രേയസ്സുള്ളതായിരിക്കുന്ന ഒരു ജന്മമാണ് ഈ മാനവജന്മം, ഈ ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത്. അതിലും പ്രായോ മുമുക്ഷവസ്തേഷാം കേചനൈവ ദ്വിജോത്തമ മുമുക്ഷൂണാം സഹസ്രേഷു കശ്ചിൻ മുച്യേത സിദ്ധ്യതി
മുക്താനാം അപി സിദ്ധാനാം നാരായണപരായണ സുദുർലഭ പ്രശാന്താത്മാ കോടിഷു അപി മഹാമുനേ. ശുകദേവരോട് പറയണം, പരീക്ഷത്ത്, അനേക കോടി ജീവജാലങ്ങളുള്ളതിൽ ശ്രേയസ് മനുഷ്യർക്കാണ്. ഈ മനുഷ്യരുണ്ട്, ഒരുപാടുണ്ട്, എത്രയോ അസംഖ്യം മനുഷ്യരാണ് ഈ ഉലകത്തിലുള്ളത്. എന്നാൽ അതിൽ ഈ മുമുക്ഷുക്കള് എന്ന് പറയുന്നവര്, ഈ മുമുക്ഷുക്കള് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവര്. അപ്പോൾ ഈ മുമുക്ഷുക്കള് എന്ന് പറയുന്നവര് കേവലം 1000 മാത്രമേ ഉള്ളൂ എന്നാണ്, അധികമൊന്നുമില്ല, കേവലം 1000 മാത്രമേ ഉള്ളൂ അത്ര ഈ മുമുക്ഷുക്കള്. എന്നാൽ ഈ 1000-ൽ 1000-നും മുക്തി കിട്ടുന്നുണ്ടോ? ഇല്ല. അതിൽ നിന്ന് ഒരാളാണത്രേ ആ ഭഗവത് പദത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നോക്കണം, ഭഗവാൻ എന്താ ചെയ്യണം അറിയോ? ഒരു സംഘം ആളുകളെ തിരഞ്ഞെടുക്കണം. അതിൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിൽ ഒരു 1000 എണ്ണത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ 1000 എണ്ണത്തെ ഒന്നുകൂടി പരിശോധന നടത്തുന്നു. എന്നിട്ട് 999 പുറത്താക്കിയിട്ട് ആ ഒരെണ്ണം ബാക്കിയുള്ളതിനെ തൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നു, തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അപ്പം പറഞ്ഞു വരുന്നത് ആ ഒന്നാണ് ഇവിടെ വൃത്രാസുരൻ. നോക്കണേ ആ ഭാഗ്യം, ആ ഒന്നായി വൃത്രാസുരൻ. അപ്പോൾ നമുക്ക് ഒന്നാവാൻ പറ്റിയിട്ടില്ല എങ്കിലും ആ 1000-ൻ്റെ പട്ടികയിൽ, അല്ലേ, ആ 1000-ൻ്റെ പട്ടികയിൽ ഒന്ന് കയറിക്കൂടാൻ സാധിക്കുകയാണെങ്കിൽ, ഹരേ കൃഷ്ണ, ആ 1000-ൻ്റെ പട്ടികയിൽ ഒന്ന് കയറിക്കൂടാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യമല്ലേ? അത് പരമഭാഗ്യമാണ്. അതിനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ വൃത്രന് ഇത്ര ഉറച്ചൊരു ഭക്തി ഉണ്ടായത്? ആ രഹസ്യം എന്താണ്? അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ തിരക്കിടില്ല. ശുകദേവർ പറഞ്ഞു, പരീക്ഷത്തെ, നല്ല ചോദ്യമാണത്. അങ്ങയുടെ ചിന്തനവും അത്യുത്തമമായിട്ടുണ്ട്. കഥ പറയാമെന്ന് പറഞ്ഞു. ആരാണ് ഈ വൃത്രൻ? എന്താണ് ഈ വൃത്രനാവാൻ കാരണം? പണ്ട് ശൂരസേനാദി രാജ്യങ്ങളെയൊക്കെ അടക്കി വാണിരുന്ന ഒരു രാജാവ്, ചക്രവർത്തി ഉണ്ടായിരുന്നു. ചിത്രകേതു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ചിത്രകേതു കൃതദ്യുതി എന്ന കന്യകയെ വിവാഹം കഴിച്ചു. പക്ഷേ ആ ബന്ധത്തിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. അത് വലിയ സങ്കടമായി. അപ്പോൾ ആരോ പറഞ്ഞു, ഒരു വിവാഹം കൂടി കഴിക്കാൻ പറഞ്ഞു. ഒരു വിവാഹം കൂടി കഴിച്ചു. ആ ബന്ധത്തിലും അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. അപ്പോൾ ഒന്നുകൂടി കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായില്ല. വീണ്ടും കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായില്ല. അങ്ങനെ വിവാഹം കഴിച്ച് ഇദ്ദേഹത്തിന് എത്ര ഭാര്യമാരായി? കണക്കിഷ്ടാണെങ്കിൽ പറഞ്ഞുതരാം. തസ്യ ഭാര്യ സഹസ്രാണി ദശാഭവൻ. 1000 ഗുണിക്കണം 1000. ആ കിട്ടുന്ന ഉത്തരത്തെ 10 കൊണ്ടും കൂടി ഗുണിച്ചോളൂ. അത്ര അധികം, 1 കോടിയിലധികം ഭാര്യമാർ ഇദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഒരു മകനാവട്ടെ ഒരു മകളാവട്ടെ ഇദ്ദേഹത്തിനുണ്ടായില്ല. എന്താ ഇപ്പോൾ ഈ കഥയെന്ന് ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഒരിടത്ത് സപ്താഹത്തിനിടയ്ക്ക് ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചിലയിടങ്ങളിൽ ചില കുട്ടികളുണ്ടാവും, നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക അവരെ. ഒരു മിടുക്കൻ രസമായിട്ട് വെറുതെ ചോദിച്ചു, അല്ല നോക്കണേ, എത്ര കാലം കൊണ്ടാണ് ഇയാൾ ഇത്ര കല്യാണം കഴിച്ചത് എന്നൊക്കെ ചോദിച്ചത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഈ 1 കോടി കല്യാണം കഴിച്ച് ഒരാളിങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കണില്ല. സങ്കല്പിക്കാനും വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? അതിൻ്റെ ആശയത്തെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു നല്ലൊരു ആശയമാണ് ഈ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. സന്താനം ഉണ്ടാവില്ല എന്ന യോഗത്തോടു കൂടിയിട്ട് അവിടെ നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സന്താനം ഉണ്ടാവുന്നത് കർമ്മഫലമാണ്, സന്താനം ഇല്ലാതിരിക്കുന്നത് കർമ്മഫലമാണ്, ഉള്ളതായ സന്താനം നഷ്ടപ്പെടുന്നത് കർമ്മഫലമാണ്, സന്താനങ്ങൾ നന്നാവുന്നത് കർമ്മഫലമാണ്, സന്താനങ്ങൾ കേടുവരുന്നത് കർമ്മഫലമാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഒക്കെ കർമ്മഫലമാണ്. അപ്പോൾ സന്താനം ഉണ്ടാവില്ല എന്ന യോഗത്തോടു കൂടിയിട്ടാണ് അവിടെ നിന്നിട്ട് വന്നത് എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ 1 അല്ല 10 അല്ല, 1 കോടി വിവാഹം കഴിച്ചു കഴിഞ്ഞാലും
എന്തുണ്ടാവാൻ പോകുന്നില്ല? കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം എന്താ വേണ്ടത്? അത് ഈശ്വരപ്രസാദമായിട്ട് കരുതുക. ഈശ്വരപ്രസാദമായിട്ട് കരുതിയാൽ മതി. ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക, എന്നിട്ട് തൊഴുക, കണ്ണടച്ച് നല്ലോണം ജപിക്കുക. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഇങ്ങനെ കുറേ കാലം ജപിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഉണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ നമ്മുടെ ഉണ്ണിയായിട്ട് മനസ്സിലാടാൻ തുടങ്ങും. പിന്നെ വേറെ മക്കളെന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നേ. പക്ഷേ അത് തോന്നിയില്ല, ഈ ചിത്രകേതുവിന് ആ സന്ദർഭത്തിൽ അത് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥനുണ്ട്. ഈ ചിത്രകേതുവിൻ്റെ ഗുരുനാഥനാണ് അങ്കിരസ്. ശ്രദ്ധിക്കണേ, ഗുരുനാഥനായിരിക്കുന്ന അങ്കിരസ് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വന്നു. വിചിത്രമായ ചില ചോദ്യങ്ങൾ അങ്കിരസ് ചിത്രകേതുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ചോദിക്കണത്? അപിതേ നാമയം സ്വസ്തി പ്രകൃതീനാം തഥാത്മന യഥാ പ്രകൃതിഭിർഗുപ്ത പുമാൻ രാജാഭിസപ്തഭേ. അല്ലയോ രാജാവേ, താങ്കൾ അടക്കമുള്ള 7 സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? ഇപ്പം നമ്മളൊക്കെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സുഖമല്ലേ എന്ന് ചോദിക്കും. അങ്ങേക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഒന്നുകിൽ സുഖമാണെന്ന് പറയാം, അല്ലെങ്കിൽ സുഖമല്ല എന്ന് പറയാം. എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? 7 സുഖമല്ലേ എന്നാണ് ചോദിച്ചത്. താങ്കൾ അടക്കമുള്ളതായ 7 സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നില്ലേ? സത്യത്തിൽ ഈ ചോദ്യം രാജാവിന് മനസ്സിലായില്ല. ഇത് സൂക്ഷ്മാർത്ഥം വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താ വെച്ചാൽ, ഇവിടെ സുഖം ഉണ്ടാവണമെങ്കിൽ പഞ്ചഭൂതങ്ങൾ 5, മഹൽത്തത്വം അഹങ്കാരം 5 കൂട്ടണം 2 7. ഈ പറഞ്ഞ 7 സുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സുഖമുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ സുഖമൊന്നുമില്ല. ഇനി ഒരു ഗൃഹനാഥനാണെന്ന് വിചാരിക്കാം. ഒരു ഗൃഹനാഥൻ ഭൗതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗൃഹനാഥനെ സംബന്ധിച്ച് ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി പറയുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഒരു കാരണവർക്ക് സുഖമാണെന്നും പറയാൻ പറ്റില്ല, സുഖമല്ല എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് ചോദിക്കുക, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അവന് എളുപ്പത്തിൽ പറയാൻ സുഖമാണെന്ന്. എന്നാൽ ഒരു 80 വയസ്സായ ഒരമ്മാവനോട് പോയിട്ട് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ ഈ 5 വയസ്സായ കുട്ടി പറയുന്ന ലാഘവത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ സുഖമാവണമെങ്കിൽ ആർക്കൊക്കെ സുഖമാവണം? പത്നിക്ക് സുഖം ഉണ്ടാവണം, മക്കൾക്ക് സുഖം ഉണ്ടാവണം, മരുമക്കൾക്ക് സുഖം ഉണ്ടാവണം, പേരക്കുട്ടികൾക്ക് സുഖം ഉണ്ടാവണം, ആ കുടുംബത്തിലൊരു സുഖം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ച് സുഖമുള്ളൂ. അതേപോലെയാണ് രാജാവിൻ്റെയും കഥ. ഒരു രാജാവിനോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ പ്രജ പറയുന്ന ലാഘവത്തോട് കൂടിയിട്ട് രാജാവിന് പറയാൻ പറ്റില്ല. അപ്പോൾ രാജാവിന് സുഖമാവണമെങ്കിൽ എന്തുണ്ടാവണം? പ്രജകളൊക്കെ നല്ലവരായിട്ട് തീരണം, അവരിലൊക്കെ ധാർമ്മികത ഉണ്ടായിരിക്കണം, അവരെല്ലാവരും ഈശ്വരനെ ഭജിക്കുന്നവരായിരിക്കണം, രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ഭദ്രമായിരിക്കണം, അതിർത്തികളൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തികഞ്ഞെങ്കിൽ മാത്രമേ ഒരു രാജാവിനെ സംബന്ധിച്ച് അവിടെ സുഖമുള്ളൂ. എന്നാൽ ഈ ചോദ്യം രാജാവിന് മനസ്സിലായില്ല. അത് മനസ്സിലാവാത്തതുകൊണ്ട് അടുത്തതായിരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. ആത്മാനം പ്രകൃതിശ്വദ്ധ നിധായ ശ്രേയ ആപ്നുയാത് രാജ്ഞാ തഥാ പ്രകൃതയോ നരദേവാഹിതാധയ. അടുത്ത ചോദ്യം ഇതാണ്. അപിതാര പ്രജാമാത്യ ഭൃത്യാശ്രോണ്യോധമന്ത്രിണ പൗരാ ജാനപത ഭൂപ ആത്മജാ വശവർത്തിന. പ്രിയ ബന്ധുക്കളെ, മറക്കരുത്, ഈ ചോദ്യങ്ങളൊന്നും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, അങ്ങയുടെ ഭാര്യ, ക്ഷമിക്കുക, അങ്ങയുടെ ഭാര്യമാര്, കുട്ടികൾ ഇദ്ദേഹത്തിനില്ല, അങ്ങയുടെ ഭൃത്യജനങ്ങൾ, പൗരമുഖ്യന്മാർ, ഇവരൊക്കെ അങ്ങ് പറഞ്ഞ അനുസരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ശരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കണം അത്രേ.
വെറുതെ ഒരു നേരം പോക്കായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ ഗൃഹനാഥനോട് പറയാം, അതെ ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞ അനുസരിക്കാറുണ്ടോ, അതോ ഭാര്യ പറഞ്ഞത് കേട്ടുകൊണ്ട് നടക്കാറാണോ പതിവ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം ഉടനെ കിട്ടും. എന്നാൽ ഇവിടുത്തെ ചോദ്യം, ഈ ചോദ്യം അങ്കിരസ് ചോദിച്ചതുകൊണ്ട് ചിത്രകേതുവിനൊന്നും പറയാനില്ല. കാരണം ചോദ്യത്തിൻ്റെ ആന്തരിക അർത്ഥം ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പം എന്താ ഈ ചോദ്യത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം? ഇവിടെ ആരെ ഭാര്യമാര്? 6 ഭാര്യമാര് നമുക്കുണ്ട്. 5 ഇന്ദ്രിയങ്ങളും 1 മനസ്സും. ഇതാണ് ഈ ഭാര്യമാര്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതോ ഇവരുടെ നിയന്ത്രണത്തിൽ നാം പെട്ടുപോവുകയാണോ? ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു രക്ഷയില്ല. എന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു എങ്കിൽ നാം രക്ഷപ്പെട്ടു. അതാണ് വേണ്ടത്. അതും മനസ്സിലാവാത്തതുകൊണ്ട് അടുത്തതായിരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. യസ്യാത്മാനുവശശ്ചേസ്യ സർവേ തത് വശഗാ ഇമേ ലോകാ സപാലാ യച്ഛന്തി സർവേ ബലിമതന്ത്രിത ആത്മന പ്രീയതേനാത്മാ പരതസ്വത ഏവ വാ ലക്ഷയേ അലബ്ധകാമം ത്വാം ചിന്തയാ ശബളം മുഖം. അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, അങ്ങേക്ക് അങ്ങയുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണേ, അങ്ങേക്ക് അങ്ങയുടെ ഉള്ളിൽ സ്വയം സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മളോട് ഓരോരുത്തരോടുമായിട്ടുള്ള ചോദ്യമാണിത്. പറഞ്ഞു വരുന്നത്, സ്വന്തം ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ എല്ലായിടത്തും സന്തോഷമുണ്ട്. സ്വന്തം ഉള്ളിൽ ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല എന്ന് വയ്ക്കുക, എന്നാൽ എവിടെ പോയിട്ടും കാര്യമില്ല. ആ സന്തോഷം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസം. അപ്പോൾ ഈ സന്തോഷം എവിടെ ഉണ്ടാവണോ? സ്വന്തം ഉള്ളിലാണ് ഉണ്ടാവണത്. അപ്പോൾ സ്വയം നമുക്ക് നമ്മുടെ അകത്ത് ആ പ്രീതിയില്ല, ആ ഒരു തൃപ്തിയില്ല, ആ ഒരു സന്തോഷമില്ല എന്ന് വയ്ക്കുക, എന്നാൽ പിന്നെ വൈകുണ്ഠത്തിൽ പോയാലും സന്തോഷം ഉണ്ടാവില്ല. എന്നാൽ നല്ല സന്തോഷമുണ്ട് മനസ്സിലെങ്കിലോ നരകത്തിൽ പോയാലും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞുകൂടാൻ സാധിക്കുമെന്ന് അർത്ഥം. അപ്പോൾ നാം വേണ്ടത് എന്താ വെച്ചാൽ ആ സന്തോഷത്തെ സ്വയം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അകത്തുള്ളതായിരിക്കുന്ന ആ തുഷ്ടി, അതിനെ നന്നായിട്ട് പോഷിപ്പിച്ച് ഈ സ്കന്ധത്തിൻ്റെ ലക്ഷണം അതാണ്, പോഷണം. പോഷിപ്പിച്ച് കൊണ്ടുവരിക, ഈ മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. ഇനി അങ്ങയുടെ മുഖം വല്ലാതെ വാടിയുണ്ട്. ഈ പറഞ്ഞ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു അങ്കിരസ്. ആ ചോദ്യം കേട്ടോളൂ. അങ്ങയുടെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ട്, എന്തോ കിട്ടാത്ത പോലെയുണ്ട് അങ്ങയെ കണ്ടു കഴിഞ്ഞ. ലക്ഷയെ അലബ്ധകാമം ത്വം ചിന്തയാ ശബളം മുഖം. എന്തോന്ന് കിട്ടാത്ത പോലെ തോന്നുന്നു അങ്ങയെ കണ്ടു കഴിഞ്ഞ. എന്താണ് അങ്ങേക്ക് വേണ്ടത്? അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് അങ്ങേക്ക് വേണ്ടത്? സത്യം പറയുകയാണെങ്കിൽ ഈ അവസാനം പറഞ്ഞത് മാത്രമേ അന്ന് ചിത്രകേതു മഹാരാജാവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ മനസ്സിലായി. ചാടി എഴുന്നേറ്റിട്ട് കൈ അങ്ങോട്ട് നീട്ടി, എന്നിട്ട് പറഞ്ഞു, പ്രജാം ദേഹി, എനിക്ക് മക്കളില്ല, ഒരു ഉണ്ണിയെ അവിടുന്ന് അനുഗ്രഹിച്ചു തന്നാലും ശരി ആവാം. അവിടെ വെച്ച് അങ്കിരസ് ഒരു യാഗം നിശ്ചയിച്ചു, യാഗം കഴിച്ചു. യാഗാവസാനത്തിൽ ദിവ്യമായ ഒരു പായസവും കിട്ടി. അപ്പോൾ ഋത്വിക്കുകൾ പറഞ്ഞു, ഈ പായസം പത്നിക്ക് കൊടുക്കുക, നല്ലൊരു ഉണ്ണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചിത്രകേതു രാജാവിന് 1 കോടി പത്നിമാരുണ്ട്. ഇതിലിപ്പോൾ ആർക്കാ കൊടുക്കുക? രാമായണത്തിലെ ദശരഥ മഹാരാജാവൊക്കെ ഈ പായസം വീതിച്ചു കൊടുത്തതായ കഥ വളരെ പ്രസിദ്ധമാണ്. ഇത് വീതിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു വറ്റുപോലും എടുക്കാനുണ്ടാവില്ല. ബുദ്ധിമാനായിരിക്കുന്ന ആ രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ മൂത്ത ഭാര്യയ്ക്ക്, താൻ ആദ്യം വിവാഹം കഴിച്ചതായ ആ കൃതദ്യുതിക്ക് ഈ പായസത്തെ അങ്ങോട്ട് കൊടുത്തു. അവർ ഗർഭം ധരിച്ചു, ഒരു ഉണ്ണിക്ക് ജന്മം നൽകി. അപ്പോഴോ മറ്റുള്ള ഭാര്യമാർക്ക് വലിയ അസൂയായി. അവർ എല്ലാവരും കൂടി ചേർന്ന് ഒരു യോഗം, ഒരു മഹായോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വനിതകൾ ഒരുപാട് പേരുണ്ട്. അവർ ചർച്ച ചെയ്തു, ഈ രാജാവ് പണ്ടേ പോലെ നമ്മുടെ അടുത്തേക്ക് വരണം, അതിനിപ്പോൾ എന്താ ഒരു വഴിയുള്ളത്?
അവിടെ ഉണ്ടായിരുന്നു വികടം പിടിച്ച ചില ആൾക്കാർ. ചിലർ പറഞ്ഞു, നമുക്ക് സന്താനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ രാജാവ് നമ്മുടെ അടുത്ത് വരാത്തത്, അത് യോഗമായിട്ട് വിചാരിച്ച് സമാധാനിച്ചാൽ പോരെ. അപ്പോൾ ചിലരത് കൂട്ടാക്കിയില്ല. അതാണ് ഈ വികടം പിടിച്ചവരെന്ന് പറയുന്നത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സമത്വമാണ് വേണ്ടത്, എല്ലാവരും ഒരുപോലെ ആവണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഉള്ളതിനെ ഇല്ലാണ്ടാക്കി തീർക്കുക. അതാണിപ്പോൾ ഇവർ കണ്ടുപിടിച്ച സമത്വം. ഒടുക്കം എന്തിനു പറയണു, ലേശം വിഷമെടുത്തിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആ പിഞ്ചു ബാലകൻ്റെ വായിക്കകത്തേക്ക് ഉഗ്രവിഷം ഒഴിച്ചു കൊടുത്തു. ആ ഉണ്ണി മരിച്ച് നല്ല നീല നിറമായിട്ട് മാറി. ഇവിടെ കൃതദ്ധിതിയും ചിത്രകേതുവും മകൻ്റെ മരണം അറിഞ്ഞിട്ട് ഒച്ചത്തിലായിട്ട് കരയാൻ തുടങ്ങി. ഈ ബഹളം കേട്ട് മറ്റ് ഭാര്യമാർ അവിടെ വന്നു. അവരാണെങ്കിലോ ഇവരെക്കാൾ ശബ്ദത്തിൽ കരഞ്ഞു അത്രേ. എന്താ വെച്ചാൽ സംശയം ഉണ്ടാവാൻ പാടില്ല. സംശയം വല്ലതും വന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവരെക്കാൾ ഒച്ചത്തിലാണ് അവരങ്ങോട്ട് കരഞ്ഞിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് നാരദ മഹർഷിയും അങ്കിരസും കൂടി ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ അങ്കിരസിനെ ഇദ്ദേഹത്തിന് മനസ്സിലായി, നാരദരെ ഇദ്ദേഹത്തിനോട് മനസ്സിലായിട്ടുമില്ല. അങ്കിരസിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ചിത്രകേതു പറഞ്ഞു, കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വിധി എഴുതിയ എനിക്ക് ഉണ്ണിയെ തന്ന ആളാണ് അവിടുന്ന്. അങ്ങ് അനുഗ്രഹിച്ചു തന്നതായ മകനിത മരിച്ചു കിടക്കണോ, എങ്ങനെയെങ്കിലും ഒന്ന് എണീപ്പിച്ചു തരണേ. ഇത് കേട്ടപ്പോൾ അങ്കിരസ് പറഞ്ഞു, ഇതിപ്പോൾ എന്താ ചെയ്യാൻ രാജാവേ? ഈ കുട്ടികൾ ഉണ്ടാവുക, ഉള്ള കുട്ടികൾ പോവുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ പലരുടെയും ജീവിതത്തിൽ പ്രാരബ്ധവശാൽ വരുന്നതാണ്. അങ്ങനെയൊക്കെ കണ്ട് വിചാരിച്ചാൽ പോരെ. പിന്നെ നമ്മളല്ല ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഒക്കെ സർവേശ്വരനാണ്. ആ ഈശ്വരൻ്റെ വിധിക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഇനി കുട്ടികളുണ്ട് എന്ന് തന്നെ വയ്ക്കുക. ഇനി കുട്ടികളുണ്ടെങ്കിൽ അവരിൽ അമിത ആസക്തിയും വേണ്ട. എന്താ വെച്ചാൽ ഈ 4 തരത്തിലാണത്രേ ഈ മക്കൾ ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കണേ, മനസ്സ് വിട്ടു പോകരുത്. 4 തരത്തിലാണ് മക്കൾ ഉണ്ടാവുക. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുള്ള അമിത ആ ആസക്തി, അമിതമായിട്ടുള്ള ആ ബന്ധം, ഇന്നത്തെ ഭാഷയിൽ അറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറയുമല്ലോ, അതുകൊണ്ട് ഒഴിഞ്ഞു കിട്ടും. അതന്നെയാണ് വേണ്ടത്. അപ്പോൾ എപ്രകാരം ഈ 4 തരത്തിൽ മക്കൾ ഉണ്ടാവുന്നത്? ഒന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഒന്ന് ശത്രുപുത്രൻ എന്ന് പറയും. അപ്പോൾ ഈ ശത്രുപുത്രൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണത്രേ മിക്കവാറും ഈ ജന്മത്തിൽ മക്കളായിട്ട് വരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ബാല്യസുഗ്രീവന്മാരായിട്ട് കഴിഞ്ഞവരാണ് ഈ ജന്മത്തിൽ മക്കളായിട്ട് വരുന്നത്. എന്തിനാ? ആ വൈരം എന്ന ആ ഒരു പ്രാരബ്ധം തീർക്കാനാണത്രേ ഈ ശത്രുക്കൾ സന്താനങ്ങളായിട്ട് വരുന്നത്. തീർന്നില്ല. ഇനി രണ്ടാമത്, അടുത്ത വിഭാഗത്തിൽപ്പെട്ട മക്കളാരാ? ഋണാനുബന്ധി എന്നാണ് പറയുക. ഋണാനുബന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആരോടെങ്കിലും കടം വാങ്ങിച്ചു വയ്ക്കുക, ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിച്ചു, അത് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയതുമില്ല. എന്തോ കാരണം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ ആയുസ്സും പോയി നിൽക്കുക. സംശയമൊന്നും വേണ്ട, ആരോടാണോ കടം വാങ്ങിയിരിക്കുന്നത് ആ വ്യക്തി അടുത്ത ജന്മത്തിൽ മകനോ മകളോ ആയിട്ട് വരും. എന്തിനാ? ഈ കടം വസൂലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും താല്പര്യം, എത്രത്തോളം ഉണ്ടാവും സ്നേഹം, ഒന്ന് ചിന്തിച്ചു നോക്കും. ഇനി മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മക്കൾ ഉദാസീന പുത്ര എന്നാണ് പറയുക. ഉദാസീനരായിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാത്ത കുട്ടികൾ എന്ന് വേണം പറയാൻ. നമുക്ക് മക്കളായിക്കഴിഞ്ഞാൽ ആ കുട്ടികളിൽ അമിത പ്രതീക്ഷയാണ് നമ്മൾ ഓരോരുത്തരും വയ്ക്കുന്നത്. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ പേര് വിളിക്ക് മുമ്പ് തന്നെ ഇവിടെ ഇരുന്നോട്ട് സങ്കല്പിക്കും, കുറ്റം പറയാൻ വയ്യ, ആരായാലും മക്കൾ നേരെയാവണം, മക്കൾ ഉന്നതങ്ങളിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റുമല്ല. പക്ഷേ നമ്മളൊരു കാര്യം ഓർത്തോളണം. എന്താ വെച്ചാൽ, ഇതൊന്നും നമ്മുടെ കൈകളിലല്ല എന്ന കാര്യം ഓർക്കണം. മക്കൾ നന്നാവുന്നതും മക്കൾ കേടുവരുന്നതിനും ഒന്നും നമ്മുടെ കൈകളിലല്ല. ഇതൊക്കെ യോഗത്തിൻ്റെ ബലനിമിത്തം വരുന്നതാണ്, അത് മറന്നേക്കരുത്. അപ്പോൾ ഇവിടെ ഉദാസീന പുത്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അച്ഛനമ്മമാരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരാണ്. ഇപ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കളോട് ചിലപ്പോൾ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങോട്ടൊന്നും കൊടുക്കൂല. എന്നാൽ അമിത പ്രതീക്ഷ വെച്ചതായിരിക്കുന്ന ഈ മാതാപിതാക്കൾ അവൻ്റെ വളർച്ച ആവണ സമയത്ത്, അവൻ്റെ ഈ വഴിത്തിരിവ് കാണുന്ന സമയത്ത് വല്ലാതെ കണ്ട് വിഷമിക്കും. കണ്ടില്ലേ, കഴിഞ്ഞ കൊല്ലം വരെ അവൻ എൻ്റെ കൂടെ അങ്ങനെ നിന്നു, ഇപ്പതാ കല്യാണം കഴിഞ്ഞ് അവനത് അവളുടെ വീട്ടിലാണ് താമസം. എന്നിട്ട് അവളുടെ വീട്ടിൽ താമസം എന്ന് മാത്രമല്ല, ആ വീട്ടുകാരെ കാര്യങ്ങളൊക്കെ നോക്കുക, ഞങ്ങൾ അവിടെ അങ്ങനെ ഇട്ടു, ഞങ്ങൾക്കിപ്പോൾ ആരും ഇല്ലാണ്ടായി തീർന്നു, തിരിഞ്ഞു നോക്കണില്ലല്ലോ. പക്ഷെ കാലം കൊണ്ട് എന്ത് സംഭവിക്കും? ആ മക്കൾ ഈ മാതാപിതാക്കളെ മറക്കുന്നുള്ളതാണ് അവസ്ഥ. ഇതിന് മൃഗീയം എന്നാണ് പറയുക. ഈ മൃഗീയം എന്ന് പറയാൻ കാരണം മൃഗങ്ങളുടെ വാസനയാണ്. ഈ മൃഗങ്ങൾക്ക്, ഈ ചില മൃഗങ്ങൾക്കൊന്നും, സ്വതവേ ഈ മൃഗങ്ങൾക്ക് ഈ ബന്ധങ്ങളൊന്നുമില്ല. അച്ഛനുമില്ല, അമ്മയുമില്ല, ഏട്ടനുമില്ല, അനിയനുമില്ല, സഹോദരങ്ങളൊന്നും, അങ്ങനത്തെ യാതൊരു ബന്ധവും ഈ മൃഗങ്ങളെ സംബന്ധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ദോഷമല്ല, അവരൊന്ന് മറന്നു പോവുകയാണത്. മൃഗങ്ങൾ മറന്നുപോകും. ഒരു 10 ദിവസം കാണാണ്ടായി കഴിഞ്ഞാൽ ആ അമ്മയെ ചിലപ്പോൾ ഈ കുട്ടി മറന്നുപോകും. അത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ മക്കളായിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് ഉദാസീന പുത്രന്മാർ. അപ്പോൾ ഇതേ മാതാപിതാക്കൾ പറയും, ഇങ്ങനെ ഉണ്ടാവണേലും ഭേദം ഇല്ലാതിരിക്കുകയായിരുന്നു നല്ലത് എന്നൊക്കെ പറയും. ഇനി അടുത്തത് സേവകപുത്രൻ എന്നാണ് പറയുക. സേവകപുത്രൻ തിരക്കേടൊന്നുമില്ല ഇത്. അപ്പോൾ ആര് ഈ സേവകപുത്രന്മാർ? ഈ സേവകപുത്രന്മാർ വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ നാം വല്ലവരെയും നന്നായിട്ട് സേവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ഇങ്ങോട്ട് സേവിക്കാനായിട്ട് മക്കളായിട്ട് വരും അത്രേ. അവർ നന്നായിട്ട് നോക്കും ചെയ്യും, വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പറഞ്ഞു വരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ പ്രാരബ്ധമാണ്. ആ മക്കളുണ്ട് എന്ന് കരുതിയിട്ട് അധികം സന്തോഷമോ അധിക പ്രതീക്ഷയോ ഒന്നും വേണ്ട. ഇനി മക്കളില്ല എന്ന് കരുതിയിട്ട് എനിക്ക് ആരും ഇല്ലാണ്ടായി പോയല്ലോ എന്നുള്ള ചിന്തയും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഈ വംശം എനിക്ക് ശേഷം ആര് നോക്കും, എൻ്റെ സമ്പത്തൊക്കെ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒന്നും വിഷമം ആർക്കും ഉണ്ടാവരുത്. എന്തുകൊണ്ടാണല്ലേ, മക്കളില്ലെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട. ഇത് ഈ ശരീരം ജീവനായിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീഴുമല്ലോ, അത് ആരെങ്കിലും എടുത്ത് വേണ്ട പോലെ ചെയ്തോളും അവർക്ക് വേണമെങ്കിൽ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആയതിനാൽ ചിത്രകേതു മഹാരാജാവേ, ഇതൊക്കെ ഈശ്വരൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുക. നല്ലൊരു സന്ദേശം കൂടി ഈ അധ്യായം 15-ാമത്തെ അധ്യായം നമുക്ക് തരുന്നുണ്ട്. ഒന്ന് നോക്കണേ, മൂന്നാമത്തെ ശ്ലോകം നോക്കും. 15-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. നല്ല ആശയമാണ് ആ ശ്ലോകത്തിൻ്റെ. യഥാ പ്രയാന്തി സംയാന്തി ശ്രോതോ വേഗേന വാലുക സംയുജ്യന്തെ വിയുജ്യന്തെ തഥാ കാലേന ദേഹിനാം. യഥാ പ്രയാന്തി സംയാന്തി ശ്രോതോ വേഗേന വാലുകാഹ. വാലുകാഹ എന്ന് പറഞ്ഞാൽ മണൽത്തരികൾ എന്നർത്ഥം. ശ്രോതോ വേഗേന എന്ന് പറഞ്ഞാൽ ഒഴുക്കിൻ്റെ വേഗതയിൽ എന്നർത്ഥം. അപ്പോൾ ഈ ഒഴുക്കിൻ്റെ വേഗതയിൽ ഈ മണൽത്തരികൾ തമ്മിൽ സംയുജ്യന്തെ വിയുജ്യന്തെ, ചിലപ്പോൾ ചേരാറുണ്ട്, ചിലപ്പോൾ പിരിയാറുണ്ട്. ഇതൊക്കെ ആരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഈ ഒഴുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലാതെ സ്വതന്ത്രമായിട്ട് അവരൊന്നും ചെയ്യുന്നതല്ല ഇത്. ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, മനസ്സ് വയ്ക്കുക, ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതമാകുന്ന ഈ യാത്രയിൽ നാം പലരായിട്ടും ബന്ധം വയ്ക്കുന്നുണ്ട്, പലരോടും പിരിയേണ്ടതായിട്ട് വരാറുണ്ട്. അധ്യാത്മരാമായണം ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, പാന്ധർപ്പെരുവഴിയമ്പലം തന്നിലെ താന്ധരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ഒരു യാത്രയ്ക്ക് പോണ സമയത്ത് പലരും തമ്മിൽ കണ്ടുമുട്ടുന്നു, പലരും തമ്മിൽ പിരിയാറുണ്ട്. അല്ലേ? ഇതേപോലെ വിചാരിക്കുക, ഈ ജീവിതമാകുന്ന യാത്ര ജന്മം എടുത്ത ആ നിമിഷം മുതൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. മരണത്തിലാണ് അത് നിശ്ചലമായിട്ട് തീർന്നത്. ആ യാത്രക്കിടയിൽ പലരെയും കാണുന്നുണ്ട്, പലരായിട്ടും ബന്ധം വയ്ക്കുന്നുണ്ട്, പലരോടും പിരിയേണ്ടതായിരിക്കുന്ന അവസ്ഥ വരാറുണ്ട്. ചിലപ്പോൾ ചിലരോട് എന്നേക്കുമായിട്ട് പിരിയേണ്ടതായിരിക്കുന്ന അവസ്ഥ വരാറുണ്ട്.
ഇതൊക്കെ നിശ്ചയിക്കുന്നത് കാലമാണ്. ആ കാലത്തെ നന്നായിട്ട് മനസ്സിൽ കാണുക. ആ കാലം എന്ന് വെച്ചാൽ ഈശ്വരൻ. ആ ഈശ്വരനെ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ഈ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഈ മക്കളാകുന്ന ഈ ബന്ധങ്ങൾ, മക്കളോടുള്ള ആ ഒരു ബന്ധം എന്നൊക്കെ പറഞ്ഞത് ഇത് ഈ പണത്തെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ അപകടത്വമുണ്ട്. അറിഞ്ഞ് പെരുമാറിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മനസ്സിനെ കേടുവരുത്തും. വീണ്ടും പറയുകയാണ്, ആരിലും അമിത പ്രതീക്ഷ വയ്ക്കരുത്. പ്രതീക്ഷ വെച്ചാൽ അത് നമ്മുടെ നിത്യദുഃഖത്തിൻ്റെ കാരണമായിട്ട് മാറും. ശ്രദ്ധിക്കണേ, മറക്കരുതേ. അപ്പോൾ ധനം പോലെ എന്ന് പറയാൻ ഉദാഹരണം പറയാം, എന്നാലേ ആശയം മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ ഇങ്ങനെ നടന്നു പോണ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു വിചാരിക്കും. കയ്യിലിത് പിടിച്ച് ഇങ്ങനെ എവിടെയോ പോണ വഴിക്ക് അത് നഷ്ടപ്പെട്ടു, എവിടെയോ വീണുപോയി, എവിടെയാണെന്നറിയില്ല, കുറേ തിരഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ എൻ്റെ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. എൻ്റെതായിരുന്നു, കാണാനില്ലല്ലോ എന്നാണ് പിന്നീട് പറയാം. ഇനി മറ്റൊരു വഴിപോക്കന് ഇതേ സ്വർണ്ണനാണയം കിട്ടിയിക്ക, വഴിയിൽ നിന്ന് കിട്ടിയെന്ന് വയ്ക്കാം. അയാളുടെ കയ്യിൽ അതുള്ളോടത്തോളം കാലം അത് ആരുടെയാകുന്നു? അത് ആ വ്യക്തിയുടെയാണ്. ഇതേപോലെ ആ മക്കളുടെ അവസ്ഥ. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു ജീവൻ ഇതാ മകനോ മകളോ ആയിട്ട് ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. താൽക്കാലികമായിട്ട് നമുക്ക് പറയാം അത് എൻ്റെ മകനാണ്, അത് എൻ്റെ മകളാണ്, നമുക്കൊരു മമത വയ്ക്കാം. പക്ഷേ ശാശ്വതമായ അധികാരമൊന്നും അവിടെ വയ്ക്കാൻ പറ്റില്ല. കാരണം ഈ കുട്ടികളിൽ യാതൊരു അധികാരവും നമുക്കില്ല. യാതൊരു തരത്തിലും പൂർണ്ണാധികാരം ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. അത് ജന്മം നൽകിയാലുമില്ല, ദത്തെടുത്താലുമില്ല. യാതൊരു അധികാരവും നമുക്കില്ല. അതൊക്കെ പൂർണ്ണാധികാരി ഈശ്വരൻ തന്നെയാണ്. അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോഴോ അധികം ബന്ധം വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ, അധികം മനസ്സങ്ങോട്ട് അടുക്കുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവരെ സ്നേഹിക്കരുത്, അവരോട് നല്ല രീതിയിൽ വർത്തമാനം പറയരുത്, ദേഷ്യപ്പെടണം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളുള്ള കാലം എന്ത് ചെയ്യുക? നമ്മുടെ മക്കൾക്ക് നമ്മുടെ കഴിവുള്ള കാലം എന്ത് ചെയ്യുക വെച്ചാൽ അവർക്ക് വേണ്ടത് കൊടുക്കുക, അവർക്ക് വേണ്ടതായിരിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുക. ഏതൊരു വഴിയിൽ നീങ്ങാനാണോ അവർക്ക് താല്പര്യം എന്നുള്ള വെച്ചാൽ അത് നല്ല വഴിയാണ് എന്ന ബോധം ഉണ്ടെങ്കിൽ ആ വഴിയിൽ നയിക്കുക. ബാക്കി കാര്യം അവരെന്തോ ആയിക്കോട്ടെ, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോൾ അങ്ങേക്കൊരു സന്താനം ഉണ്ടായി, ആ സന്താനം വേഗം പോയെങ്കിൽ യോഗം കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ പോരെ. ഒരു വാക്ക് ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്കിരസ് ഒരു വാക്ക് യാഗസമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങേക്കൊരു മകനുണ്ടാവും, സുഖവും ദുഃഖവും തരുന്ന ഒരു മകൻ. പറഞ്ഞ പോലെ ഉണ്ടായപ്പോൾ സുഖം ഉണ്ടായി, പോയപ്പോൾ ദുഃഖം ഉണ്ടായി, കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊന്നും പറഞ്ഞിട്ട് അങ്കിരസ് രാജാവ് കൂട്ടാക്കിയില്ല. അപ്പോൾ അങ്കിരസ് പറഞ്ഞു, നാരദ മഹർഷി ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തോട് ഒരു വാക്ക് ചോദിക്കാം. അതിബുദ്ധിമാനാണ് നാരദര്. ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നാരദർക്ക് നന്നായിട്ട് അറിയാം. ദുഃഖിച്ചിരിക്കുന്ന ആളോടും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളോടും പെരുമാറുന്ന സമയത്ത് വാക്കുകൾ പാളാതെ നോക്കണം. ഇപ്പം ആകെ വിഷമത്തോടു കൂടി ഒരാൾ ഇരിക്കുക, അയാളിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ സമയം രാത്രി 12 മണിയാണെന്ന് പറഞ്ഞാൽ അല്ല 9 മണി 9:30 ആവാറായി എന്ന് പറയാൻ നിൽക്കരുത്. എന്തേ പറയാൻ പാടുള്ളൂ? 12 തന്നെയാണ്, നിങ്ങൾ പറയണത് തന്നെയാണ് ശരി. സമ്മതിച്ചു കൊടുത്താൽ മതി, എതിര് പറയുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ശ്രീനാരദര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഉണ്ണിയെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കരയണത്. അപ്പോൾ നാരദര് പറഞ്ഞു, ഇപ്പം ജീവിപ്പിച്ചു തരാം. ഏതൊരാൾക്കും അറിയാം മരിച്ച ഒരാൾ എണീക്കാൻ പോണില്ലാനുള്ള കാര്യം അറിയാം. ഇപ്പോൾ ജീവിപ്പിച്ചു തരാം നാരദര് പറയുകയും ചെയ്തു. അങ്ങനെ നാരദര് വിളിച്ചു, ജീവാത്മാവേ വരൂ, ജീവാത്മാവേ വരൂ. ഏതോ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ജീവാത്മാവ് പതുക്കെ 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 താഴത്തേക്ക് വന്നു. ആ ദേഹത്തിനകത്ത് കയറി കണ്ണു തുറന്നു. കണ്ണു തുറന്നോട് കൂടിയിട്ട് മറ്റ് ഭാര്യമാർക്ക് ആകെ പേടിയായി. ഇനിയിപ്പോൾ എന്താ പറയാറിയില്ല, ഇതാ ഇവരൊക്കെയാണ് വിഷം തന്നതെന്ന് പറഞ്ഞാൽ കുടുങ്ങിയല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. നാരദര് പറഞ്ഞു, ജീവ നീ അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് മരിച്ചു പോകാൻ പാടില്ല. കുറേ കാലം ഈ ശരീരത്തിനകത്ത് നിൽക്കുക, ഈ ശരീരം അങ്ങോട്ട് വലുതാവട്ടെ, ഭാവിയിൽ വിവാഹം കഴിക്കുക, കുട്ടികളാവുക, പേരക്കുട്ടികളാവുക, അവരുടെ മക്കളാവുക,
പറ്റുകയാണെങ്കിൽ പേരക്കുട്ടിയുടെ കുട്ടിയുടെ ചോറൂണും കൂടി കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആരോടെ ഈ പറയണത്? ജീവനോടെ. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളതല്ലേ? നോക്കൂ, ഇത് കേട്ടപ്പോൾ ജീവൻ ചോദിച്ചു, അങ്ങ് ആരെക്കുറിച്ചാണ് ഈ പറയണത്? അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞില്ലേ? ഏതച്ഛനമ്മമാരെ? എനിക്ക് ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് അച്ഛനും ഉണ്ടായിട്ടുണ്ട്, അമ്മയും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഏത് ജന്മത്തിലെ മാതാപിതാക്കളെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്? അത് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കിടില്ല. ഏത് ജന്മത്തിലെ മാതാപിതാക്കളെ? ഉത്തരം മുട്ടി. ഒന്നും ഇവിടെ പറയാനില്ല, ഉത്തരം മുട്ടിപ്പോയി. ഇനി ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് എടുക്കരുത്. ബന്ധത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണത്. അപ്പോൾ എങ്ങനെയാണ് ഈ സമൂഹത്തിലെ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്? അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ 16-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കൂ. 16-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കുക. അവിടെ ബന്ധങ്ങളുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. ബന്ധു, ഒന്നാമതായിട്ട് പറഞ്ഞു ബന്ധു. ബന്ധു എന്ന് പറഞ്ഞാൽ ഈ കുലബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അടുത്തത് ജ്ഞാതി. ജ്ഞാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പിണ്ടം വയ്ക്കാനുള്ള അധികാരിയാണ് ഈ ജ്ഞാതി എന്ന് വിളിക്കുക. അടുത്തത് മധ്യസ്ഥനാണ്. മധ്യസ്ഥന്മാർ എന്ന് പറയും. അപ്പോൾ ഈ മധ്യസ്ഥൻ എന്ന് വെച്ചാൽ നിഷ്പക്ഷവാദികൾ. അടുത്ത മിത്ര. മിത്ര എന്ന് പറഞ്ഞാലോ, ഇങ്ങോട്ട് സന്തോഷം തരുന്ന ആള്. അടുത്തത് ഉദാസീന. ഉദാസീന എന്ന് വെച്ചാൽ എളുപ്പത്തിൽ പറയാം, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. ഇപ്പോൾ സാധാരണ വർത്തമാനത്തിൽ ചോദിക്കും, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ഇന്ന ആളെ അറിയോ? ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? അത് ഒരു ബന്ധമായി. അത് ഇതിൽ പെട്ടു, ഈ ഉദാസീന എന്ന ആ വിഭാഗത്തിൽ പെട്ടു. വിദ്യുഷ. വിദ്യുഷ എന്ന് പറഞ്ഞാലോ, വിദ്യുഷ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവർ. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ചെയ്യണത്. ആയതിനാൽ ആ ജീവൻ പറഞ്ഞു, ഈ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് അടുക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, ആരും എടുക്കാൻ പാടില്ല എന്നാണ്. ഇത്രയും പറഞ്ഞ് ആ ജീവൻ അങ്ങോട്ട് മേലോട്ട് പോയി. ഈ ശരീരം പഴയ പോലെ അവിടെ നിശ്ചലാവും ചെയ്തു. ഇത് നാരദർക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാൽ നാരദൻ ഇതിനെ ഇപ്രകാരം ചെയ്തത് ചിത്രകേതുവിന് നല്ല ബോധ്യമാവട്ടെ എന്ന് കരുതിയിട്ടാ. ഇവിടെ ദേഹി ബന്ധത്തെ വേർതിരിച്ച് അറിയാൻ സാധിച്ചു ചിത്രകേതുവിന്. ദേഹദേഹി ബന്ധത്തെ നിരൂപണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അകത്തുണ്ടാവുന്ന ഒരു ഭാവമുണ്ട്, വിദ്യാധരണം എന്ന് പറയും. അപ്പോൾ ഇവിടെ കഥയിൽ പറഞ്ഞു, ഈ ചിത്രകേതു ഒരു വിദ്യാധരനായിട്ട് മാറി എന്ന് കഥയിൽ പറയുന്നുണ്ട്. നാരദ മഹർഷി ചില മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. സംഘർഷണമൂർത്തി ഉപാസിക്കാനുള്ള ആ മന്ത്രങ്ങളൊക്കെ ഉപാസിച്ച് ഈ ചിത്രകേതു ഒരു വിദ്യാധരനായിട്ട് മാറി. മറ്റ് വിദ്യാധരന്മാരോടൊപ്പം ഇടയ്ക്ക് യാത്രയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കൈലാസത്തിലെത്തി ഈ ചിത്രകേതു. കൈലാസത്തെത്തിയ സമയത്ത് ഒരു പ്രത്യേക രംഗം ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നോക്കണേ, മഹാദേവര് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആർക്കൊക്കെ? നാരദ വസിഷ്ഠാദി ജ്ഞാനികൾക്ക്. അതും ഉപദേശിക്കുന്നതായ ഒരു ചിത്രമുണ്ട്. എങ്ങനെയാ വെച്ചാൽ, ഒരു പീഠത്തിൽ മഹാദേവൻ ഇരിക്കുന്നു, മടിയിൽ പാർവതി ദേവി ഇരിക്കുന്നുണ്ട്. ഒരു കൈകൊണ്ട് ശ്രീ പാർവതി ദേവിയെ ആലിംഗനം ചെയ്ത് മറു കൈകൊണ്ട് ചില മുദ്രകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഉപദേശമൊക്കെ. ഇത് കണ്ടപ്പോഴോ അറിയാതെ ആ ചിത്രകേതു വെറുതെ പറഞ്ഞുപോയി, അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഏഷ ലോക ഗുരു സാക്ഷാൽ ധർമ്മം വക്ത ശരീരിണാം ആസ്തേ മുഖ്യസഭായാം വൈ മിഥുനി ഭൂയ ഭാര്യയാ. ഇതാണോ ഈ ലോകഗുരു എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയ ലോകഗുരു ഇത് തന്നെയാണോ എന്ന് അറിയാണ്ട് അങ്ങോട്ട് പറഞ്ഞുപോയി, ഒച്ചത്തിനാണ്ട് പറഞ്ഞുപോയി. മഹാദേവര് ഒന്നും മിണ്ടിയില്ല, സന്തോഷമായി ചിരിച്ചുകൊണ്ടൊരു ഭാഗത്തിരുന്നു. എന്താ വെച്ചാൽ നല്ല അർത്ഥത്തെയാണ് മഹാദേവൻ എടുത്തത്. ഇത് തന്നെയാണ് ലോകഗുരു, ഇതാണോ ലോകഗുരു എന്നല്ല,
ഇത് തന്നെയാണ് ലോകഗുരു. അർദ്ധനാരീശ്വരനായിട്ട് ശോഭിക്കുന്ന ഈ ശങ്കരനല്ലാതെ വേറെ ആരെയാ ഈ ലോകഗുരു എന്നൊക്കെ വിളിക്കുക? ആ മഹാപ്രഭുവാണ് ലോകഗുരു. പക്ഷെ പാർവതി ദേവിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്നുണ്ടായ ആ ഒരു കോപത്താൽ പാർവതി ദേവി ചിത്രകേതുവിനെ അവിടെ വെച്ച് ശപിച്ചു. നായം അർഹത്തെ വൈകുണ്ഠ പാദമൂലോപസർപ്പണം. നീ വൈകുണ്ഠൻ്റെ പാദം അർഹിക്കുന്നില്ല, ഞാനിതാ നിന്നെ ശപിക്കുകയാണ്. അത പാപീയസിം യോനിയും ആസുരിയും യാഹി ദുർമതേ. നീ ഒരു അസുരനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ഇവിടെ ശാപമോക്ഷം പോലും ചിത്രകേതു ആവശ്യപ്പെട്ടിട്ടില്ല. ചിത്രകേതു ഓടിപ്പോയിട്ട് ആ ജഗദംബികയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അമ്മേ, അബദ്ധവശാൽ എന്തോ പറഞ്ഞു പോയതാ, മാപ്പാക്കുക. അമ്മ കാണിച്ചു തരുന്ന വഴി ഒരിക്കലും പിഴക്കില്ല. അമ്മ എന്നോട് അസുരനാവാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. അമ്മയുടെ ആ ഇച്ഛ പോലെ നടക്കട്ടെ, അമ്മ കാണിക്കുന്ന വഴിയിലൂടെ ഞാനിതാ പോകണം. ഇത്രയും പറഞ്ഞ് ആ പാർവതി ദേവിയെ നമസ്കരിച്ചു, മഹാദേവനെ നമസ്കരിച്ചു. ചിത്രകേതു അവിടുന്ന് യാത്രയായി. ഈ ചിത്രകേതു, ഈ പാർവതി ശാപം കിട്ടിയതായിരിക്കുന്ന ഈ ചിത്രകേതുവാണ് ത്വഷ്ട്രാവിൻ്റെ യാഗകുണ്ഡത്തിൽ പതിക്കുന്നത്. അക്കാലത്ത് ത്വഷ്ട്രാവ് ഒരു ആഭിചാര ഹോമം കഴിച്ചുകൊണ്ടിരിക്കുക. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നും പറഞ്ഞ് ഇങ്ങനെ ഹോമിച്ചുകൊണ്ടിരിക്കേണ്ട. നേരെ ആ യാഗകുണ്ഡത്തിലേക്ക് ചിത്രകേതു പതിച്ചു. ഈ ചിത്രകേതുവാണ് ഉഗ്രനായിരിക്കുന്ന വൃത്രനായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വൃത്രാസുരനായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ചിത്രകേതുവാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ വൃത്രാസുരന് ഇത്രയധികം ഭക്തി ഉണ്ടാവാൻ കാരണം? പൂർവജന്മ വാസനയാണ്. ആ വാസനയാണ് ഇവിടെ ഒന്ന് വികസിച്ചത്. ഇന്ദ്രനെ കണ്ടപ്പോൾ, ഇന്ദ്രൻ ഭഗവാനാണെന്ന് വൃത്രന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഇന്ദ്രനെ കണ്ടപ്പോൾ അകത്തുണ്ടായിരുന്ന ആ വാസന വെച്ചാൽ ഇടയിൽ ഒരു ദിവസം സൂചിപ്പിച്ചു സൂക്ഷ്മമായ ഓർമ്മശക്തി. ആ സൂക്ഷ്മമായ ഓർമ്മശക്തി, ആ വാസന അതാ അങ്ങോട്ട് വികസിച്ചു. അത് വികസിച്ചതോടു കൂടിയിട്ട് നല്ല ഭക്തിഭാവം ആ വൃത്രാസുരന് ഉണ്ടായി എന്ന് അർത്ഥം. ഇത് പോഷണത്തിൻ്റെ ഒരു വശാണത്. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇന്ന് ഭാഗവതം കേൾക്കുന്നുണ്ട്, ഇന്ന് നാമം ജപിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഫലം കിട്ടുന്നൊന്നും ആരും പറയുന്നില്ല. ഇത് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കത് കേൾക്കാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് വാസനാബലാണ്, അതൊരു സുഹൃതത്തിൻ്റെ ഫലമാണ്. അത് പറ്റുന്നില്ലെങ്കിലോ അതും കർമ്മഫലം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പോഷണത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് അവസാന കഥയിലൂടെ എടുത്ത് കാണിച്ചിരുന്നത്, മരുതുൽപ്പത്തി എന്ന ഒരു കഥയിലൂടെ. 18ാമത്തെ അധ്യായത്തിൽ ആ കഥ പറയണം. അസുരമാതാവായിരിക്കുന്ന ദിതിക്ക് ദേവന്മാരായ സന്താനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു വെച്ചു. അതെങ്ങനെയാണ് ഉണ്ടായത്? അതിപ്പോൾ തരവില്ലല്ലോ. ഈ അസുരമാതാവിന് ഈ ദേവന്മാരാവുന്ന സന്താനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ശരിയല്ല, ഉണ്ടാവാൻ വഴിയില്ല. എന്നാൽ അതൊന്ന് കേട്ടാൽ തിരക്കേടില്ല എന്ന് പറഞ്ഞു. ആ കഥയാണ് പിന്നീട് അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിക്കണേ. ഒരിക്കൽ കശ്യപരെ സമീപിക്കുകയാണ് ദിതി. ഈ ദിതി കശ്യപരെ വേണ്ട രീതിയിൽ സൽക്കരിക്കുക ചെയ്തു, നന്നായിട്ട് ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷയിൽ കശ്യപർക്ക് സന്തോഷമായി. ദിതിയോട് ചോദിച്ചു, എന്ത് വരാണ് വേണ്ടത്? എന്ത് വരം വേണമെങ്കിലും ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊള്ളുക, തരാൻ തയ്യാറാണ്. അപ്പോൾ ദിതിക്ക് തോന്നി ഇതന്നെയാണ് നല്ല അവസരം. തനിക്കാണെച്ചാൽ ആ ഇന്ദ്രനെ കണ്ടുകൂടാ. എങ്ങനെയെങ്കിലും ഒന്ന് ദേവേന്ദ്രനെ ഒതുക്കാനായിട്ട് കുറച്ച് കാലമായി വിചാരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇദ്ദേഹത്തോട് തന്നെ ആവശ്യപ്പെടാം. കശ്യപരോട് പറഞ്ഞു, എനിക്കൊരു ഉണ്ണി ഉണ്ടാവണം, അതും സാധാരണ ഒരു മകനല്ല, ഇന്ദ്രനെ കൊല്ലത്തക്ക രീതിയിൽ ഒരു മകനെ അവിടുന്ന് എനിക്ക് അനുഗ്രഹമായിട്ട് തരണം. ഇത് കേട്ടപ്പോൾ കശ്യപർക്ക് വല്ലാണ്ടായി. ആരാ ഇന്ദ്രൻ? തൻ്റെ മകൻ തന്നെയാണ്. ഇവിടെ ഒരു ഭാര്യ പറയുകയാണ്, ആ രണ്ടാം ഭാര്യയുള്ള മക്കളെയൊക്കെ കൊന്നു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. കശ്യപർ പറഞ്ഞു, നീ ചോദിച്ചത് ലേശം കൂടിപ്പോയി. എന്നാൽ ചോദിച്ചത് തരാതിരിക്കാൻ പറ്റില്ല. ചോദിച്ചത് തന്നെ മതിയാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ദോഷം വരും. നീ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് തന്നെ
ചില അപകടങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ സ്ത്രീകൾക്ക് പ്രകൃതിയ ഒരു സ്വഭാവമുണ്ട് അത്രേ. അതെന്താ? തനി വിഷയികളായിരിക്കുന്ന സ്ത്രീകൾക്ക്, എല്ലാവരും എന്ന് പറയുന്നില്ല, തനി വിഷയികളായിരിക്കുന്ന സ്ത്രീകൾക്ക്. അപ്പം എന്താ ഈ പ്രകൃതിയുള്ള സ്വഭാവം? ശരൽ പത്മോത്സവം വക്ത്രം വചശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭാം സ്ത്രീണാം കോ വേദചേഷ്ടിതം. നല്ല പൂർണ്ണചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചോളണം. അടുത്ത് വന്നിട്ട് നന്നായിട്ട് ചിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. സംശയിക്കണം. തേനൊഴുകുന്ന വാക്കുകൾ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വയ്ക്കുക, അപ്പണ്ട് ഉറപ്പിച്ചോളൂ. എന്താ ഈ ഉറപ്പിക്കേണ്ടത്? ഹൃദയം, അവരുടെ ഉള്ള് എങ്ങനെയാണത്രേ? ഇരുതല മൂർച്ചയുള്ള കത്തിയേക്കാൾ ഭയങ്കരമായിരിക്കും. എന്തൊക്കെ അപകടങ്ങളായിട്ടാണ് അടുത്ത് വരിക എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഇവരുടെ ചിന്ത എങ്ങോട്ടാ പോണതെന്ന് സാക്ഷാൽ ബ്രഹ്മാവിന് പോലും പലപ്പോഴും ഗണിക്കാൻ പറ്റാറില്ല അത്രേ. അപ്പം അതുകൊണ്ട് നീ വന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു, അത് പറ്റിയില്ല. ഏതായാലും ഒരു വ്രതം ഉപദേശിച്ചു തരാം. ഈ വ്രതം ശ്രദ്ധയോടുകൂടിയിട്ട് അനുഷ്ഠിച്ചാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സന്താനം ഉണ്ടാവും. ഇല്ല എങ്കിൽ വിപരീത ഫലം. ഇപ്പം ശത്രു എന്ന് വിചാരിച്ചല്ലോ, ആ വ്രതം മുടങ്ങിക്കഴിഞ്ഞാൽ അത് മിത്രമായിട്ട് മാറും. അത് മനസ്സിലായിക്കോളാം പറഞ്ഞു. ശരി, അനുഷ്ഠിച്ചോളാം. ആ വ്രതം ഒന്ന് പറഞ്ഞു തന്നാൽ മതി എന്നാ. അവിടെ വെച്ച് കശ്യപര് ദിതിദേവിക്ക് പുംസവന വ്രതത്തെ അവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് അരുതാത്തത്. സത്യത്തിൽ ഒരു ദിതിക്ക് പറഞ്ഞു കൊടുക്കണതല്ല ഇത്. ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് കരുതുക. നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നത്, അതിലൊരു മുഖ്യ പങ്ക് നമ്മുടെ ആചാരം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ജാതി എന്താണ് എന്ന് ചോദിക്കരുത്, പറയരുത്. അല്ല, ഒന്ന് ആലോചിക്കൂ, ശരിയാണോ അത്? ആരെയും കണ്ട നിങ്ങളെന്താ ജാതി, ഇങ്ങനെ ചോദിക്കുമോ? ചോദിക്കില്ല, ചോദിക്കാൻ പാടില്ല. എന്നാലും ഈ ചിലർക്കൊക്കെ ഈ ചിലരെ കാണുന്ന സമയത്ത് ഒരു വല്ലാത്ത നോട്ടുണ്ട്, ഇത് ഏതായിരിക്കും ജാതി അല്ലേ? ഒരു വല്ലാത്ത നോട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയ ഒരു സൂത്രം പറഞ്ഞുതരാം. വേറെ ആരോടും പറഞ്ഞു കൊടുക്കരുത്. ചെറിയൊരു സൂത്രം ശ്രദ്ധിക്കണേ. ആചാരാൽ കുലമാഖ്യാതി. ആചാരം കൊണ്ട് കുലം ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന. വേഷം കെട്ടാൻ എന്ത് വേഷവും ആർക്കും എപ്പോഴും കെട്ടാം. നമ്മുടെ ഈ നാട്ടിൽ അങ്ങാടികളൊക്കെ ഉള്ളിടത്തോളം കാലം എന്ത് വേഷം കെട്ടാനും ആർക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്താ ചൊക്ക ലഭിക്കും. പക്ഷെ വേഷത്തിൽ ഒരു കാര്യമില്ല. ഈ എന്തൊക്കെ വേഷം കെട്ടിക്കഴിഞ്ഞാലും ശ്രദ്ധിക്കണേ, എന്തൊക്കെ വേഷം കെട്ടിക്കഴിഞ്ഞാലും ഒരു 10-15 മിനിറ്റ് ആ വ്യക്തിയുടെ ആചാരം, അതായത് ചലനം, ഭാഷണ സമ്പ്രദായം, ഭക്ഷണ സമ്പ്രദായം, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയാതെ ഇങ്ങോട്ട് പറയുന്നുണ്ട്, ആചാരാൽ കുലം ആഖ്യാതി. അത് ഏത് കുലത്തിൽ പെട്ടതാണ് എന്ന് പറയാതെ ഇങ്ങോട്ട് പറയണ്ട. ദേശമാഖ്യാതി ഭാഷണം, അത് തമാശയായിട്ട് പറയാം. ഇപ്പോൾ ഒരാളെ കണ്ട നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുക. ശ്രദ്ധയോട് കൂടിയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം ഈ വ്യക്തി ഏത് നാട്ടുകാരനാണ്. കണ്ണൂർക്കാരനാണോ, കോഴിക്കോട്ടുകാരനാണോ, പാലക്കാട്ടുകാരനാണോ, കൊച്ചിക്കാരനാണോ എന്ന് സംസാരം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, വിഷയം വിടണ്ട. ഇവിടെ ശുദ്ധമായ ആചാരത്തിലേക്ക് മനസ്സിനെ ഉയർത്തണം. അതിനുള്ള മാർഗങ്ങളാണ് കശ്യപർ ഇവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. 47-ാമത്തെ ശ്ലോകം മുതൽക്ക് കുറച്ച് ശ്ലോകങ്ങളിലായിട്ടാണ് ഈ സംഗതികൾ പറയുന്നത്. 18-ാമത്തെ അധ്യായത്തിൽ ന ഹിംസ്യാത് ഭൂതജാതാനി ന ശപേന നൃതം പതേത് ന ചിന്ത്യ നഖരോമാണി ന സ്പൃശേത് യദമംഗളം. ഹിംസയുണ്ടാവാൻ പാടില്ല, ശാപവാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ ഒരു ദീക്ഷയിരിക്കുന്ന സമയത്ത് നഖരോമാദികളെ വെട്ടാൻ പാടില്ല,
അമംഗളമായിരിക്കുന്ന വസ്തുക്കളെ തൊട്ട് നോക്കാൻ പാടില്ല, വസ്ത്രമില്ലാതെ കുളിക്കാൻ പാടില്ല, ദുർജനങ്ങളായിട്ട് ഒരു തരത്തിലുള്ള ബന്ധത്തിനും പോയേക്കരുത്, ഉച്ഛിഷ്ടം കഴിക്കാൻ പാടില്ല. ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കഴിയുന്നത്ര ശുദ്ധമായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക, ആചാരശുദ്ധിയോടുകൂടി തന്നെ കഴിക്കാൻ നോക്കുക. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ പോയിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ കടിച്ച് 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 അല്ലേ, ഒരു പഴമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് 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 അത് ഒരു വിധം നിവൃത്തിയുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ഒരു ആചാരശുദ്ധി, ആഹാര സമ്പ്രദായം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ആചാരശുദ്ധി വരുത്താൻ സാധിക്കും. ഇതിപ്പോൾ എന്തിനീ പറയണറിയോ, നാം ഓരോരുത്തരും സാംസ്കാരികമായിട്ട് ഉയരണം എന്നാണ്. അല്ലാതെ ആരെയും പരിഹസിക്കൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്, കുറ്റപ്പെടുത്തൊന്നുമല്ല. ഒരു വിധം നിവൃത്തിയുണ്ടെങ്കിൽ സാത്വികമായ ഒരു സമ്പ്രദായത്തെ ശീലിക്കുക. ഉച്ഛിഷ്ടം കഴിക്കരുത്, തീർന്നില്ല. സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല, ഒരുവിധം നിവൃത്തിയുണ്ടെങ്കിൽ പകൽ ഉറങ്ങാൻ പാടില്ല, മുടി അഴിച്ചിടാൻ പാടില്ല, ഈശ്വരചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദിതി പറഞ്ഞു ഞാനതൊക്കെ അനുഷ്ഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്രതം തുടങ്ങി. ആ വ്രതം ഏതാണ്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് ഗർഭം ധരിച്ചു. ആ ഗർഭം വികസിക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ ആകെ ശങ്ക. ദേവേന്ദ്രൻ തൻ്റെ പല വിദ്യകളും നോക്കി, എന്നിട്ടൊന്നും ആ ചെറിയമ്മയുടെ വ്രതം മുടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ വ്രതം ഏതാണ്ട് പൂർണ്ണാവാറായ സമയത്ത്, ഈ ഗർഭം ഏതാണ്ട് പൂർണ്ണാവാറായ സമയത്ത് ദേവേന്ദ്രൻ കണ്ടു ഏകതാ സാധുസന്ധ്യായ ഉച്ഛിഷ്ട വ്രതകർഷിത. ശ്രദ്ധിക്കണേ, ഒരു ദിവസം സന്ധ്യാനേരത്ത് ഈ ദിതിക്ക് വിശന്നു, വല്ലാണ്ട വിശന്നു. അകത്ത് പോയിട്ട് ആഹാരം വിളമ്പിയെടുത്തു. ആഹാരം സ്വയം വിളമ്പി കഴിക്കുന്നത് ഒരു വ്രതത്തിൽ നിഷിദ്ധമാണ്. അപ്പോൾ സ്വയം വിളമ്പിയെടുത്തു, ഒരു ഉരുള കഴിച്ചു. അപ്പോൾ ആരോ വിളിച്ചു പുറത്തുനിന്ന്. എഴുന്നേറ്റു, എഴുന്നേറ്റ് വീണ്ടും അതേ സ്ഥാനത്ത് വന്നിരുന്ന് അതേ താലത്തിൽ കൈകുത്തി അത് ബാക്കിയും കൂടി കഴിച്ചു. അപ്പോൾ എന്തായി? ഉച്ഛിഷ്ടം കഴിച്ചു. ഉച്ഛിഷ്ടം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്രതത്തിന് അവിടെയും മുടക്കം സംഭവിച്ചു. കൈ കഴുകി ഒരു ഭാഗത്ത് ചാരി അങ്ങോട്ട് ഇരുന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അറിയാണ്ട് ഉറങ്ങിപ്പോയി. സന്ധ്യയ്ക്ക് ഉറങ്ങരുത്. ആ ചിട്ടം മുടങ്ങി. ഉറക്കം തൂക്കണ ഇടയ്ക്ക് കെട്ടിവെച്ച മുടി അങ്ങോട്ട് അഴിഞ്ഞു. മുടി അഴിച്ചിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി അങ്ങോട്ട് പാകമായ സമയത്ത് ദേവേന്ദ്രൻ ആ ചെറിയമ്മയുടെ ഗർഭത്തിനകത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. തന്നെ കൊല്ലാനായിട്ട് കാത്തു നിന്ന ആ ബീജത്തിന് കൊടുത്തു 6 വെട്ട്. 6 വെട്ട് വെട്ടിയപ്പോൾ അത് 7 കഷ്ണമായി, 7 ഉണ്ണികളായി. കലിമൂത്തതായിരിക്കും ഇന്ദ്രൻ ഓരോന്നിനും എടുത്ത് 6 വെട്ട് കൊടുത്തു. അങ്ങനെ 7 ഗുണിക്കണം 7 49 കഷ്ണമായി. പെട്ടെന്ന് ഹരികൃഷ്ണ 49 ഉണ്ണികളുണ്ടായി. നേരത്തെയാണെങ്കിൽ ഒരാളോട് അടി കൂടിയാൽ മതിയായിരുന്നു. ഇപ്പോഴോ 49. താൻ തന്നെ വരുത്തി വെച്ച വിനയാണ്. അവസാനം ആ കുട്ടികളെ കൂടി ദേവേന്ദ്രനോട് പറഞ്ഞു, അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ? എന്താ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? വ്രതം മുടങ്ങിയാൽ മിത്രമായിട്ട് മാറും. അങ്ങനെ വ്രതം മുടങ്ങിയതുകൊണ്ടാണ് അങ്ങേക്ക് അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. വ്രതം മുടങ്ങിയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞങ്ങളാരും അങ്ങയുടെ ശത്രുക്കളല്ല, ഞങ്ങളൊക്കെ മിത്രങ്ങളാണ്. എന്നാൽ വരൂ, നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് പോകാം. അങ്ങനെ 49 കൂട്ടണം 50 പേര് പുറത്തേക്ക് വന്നു. ദിതി ഒന്ന് മയക്കം കഴിഞ്ഞ് ഒന്ന് കണ്ണു തുറന്നപ്പോഴോ ഒരു ഉണ്ണി ഉണ്ടാവണം എന്ന് വിചാരിച്ച് ആ ദിതിയുടെ മുമ്പിൽ ഇതാ 49 കൂട്ടണം 50 ഉണ്ണികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ ഒരാളെ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുക. ചെറിയമ്മയുടെ ആ നോട്ടം ശരിയല്ലാന്ന് തോന്നി ആ ഇന്ദ്രന്. ഇന്ദ്രൻ ഓട്ടിപ്പോയിട്ട് ചെറിയമ്മേന്നും പറഞ്ഞിട്ട് ആ ദിതിമാതാവിൻ്റെ അസുരമാതാവിൻ്റെ കൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആർക്കായാലും ജീവൻ്റെ പേടി ഉണ്ടാവില്ലേ? ആ പേടി എനിക്കുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അത്യത്ഭുതം എന്ന് പറയട്ടെ, ദിതിക്ക് ലവലേശം പോലും ദേഷ്യം വന്നില്ല. ദിതി പറഞ്ഞു, ഇന്ദ്ര, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വ്രതം എടുത്തത്. പക്ഷേ ഞാൻ കൊന്നത് നിന്നെയല്ല, നിന്നോടുള്ള ആ ശത്രുഭാവത്തെയാണ്. ഇത് സാത്വികമായ വ്രതത്തിൻ്റെ ഒരു ശക്തിയാണത്. ഇതും പോഷണത്തെ കാണിക്കുകയാണ്. അപ്പോൾ എന്താ വേണ്ടത്? പരമസാത്വികമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സാത്വിക ആചാരങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കാമ ക്രോധാദി വികാരങ്ങളൊക്കെ അസ്തമിച്ച് മനസ്സ് ശുദ്ധമായിട്ട് തീരും എന്ന സന്ദേശത്തോടു കൂടിയിട്ടാണ്
ഈ സ്കന്ധം, ഈ ഷഷ്ഠസ്കന്ധം ഇവിടെ കഴിയുന്നത്. ശുദ്ധമായ മനസ്സിൽ പിന്നെ ചിലപ്പോൾ അകത്തുള്ളത് ഒന്നുകൂടി വികസിക്കാൻ സാധ്യതയുണ്ട്. ആ വികാസത്തെയാണ് അടുത്ത സ്കന്ധം കാണിക്കുന്നത്, ഊതിയിലൂടെ സപ്തമസ്കന്ധം കാണിക്കുന്നത്. ആ ഭാഗം നമുക്ക് നാളെ കേൾക്കാം. അപ്പോൾ നാളെ കേൾക്കാനുള്ളതായിരിക്കുന്ന വിഷയം നരസിംഹാവതാരം. നാം ലേശം പുറകിലാണ്, ലേശമല്ല, കുറച്ച് നല്ലോണം കണക്ക് പ്രകാരം പുറകിലാണ്. അപ്പോൾ നാളെ സപ്തമസ്കന്ധം ചിന്തിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ നാളത്തെ പ്രധാനമായിട്ടുള്ള വിഷയം നരസിംഹാവതാരം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഈ യജ്ഞവേദിയിൽ, നവമാധ്യമ യജ്ഞവേദിയിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ നാരായണ. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഭാഗവതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. നാരായണ.